ആകാശവാണി കവരത്തി. പവിഴമണ്ണിലെ സാഹിത്യം. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ലോകത്തെക്കുറിച്ചുള്ള അറിവ് കൂടി വരും. കഥകൾ വായിക്കുമ്പോൾ മനസ്സിൽ ചിത്രങ്ങൾ രൂപപ്പെടുന്നു. ഇത് സൃഷ്ടിപരമായ ചിന്ത വളർത്തുന്നു. വായന നമ്മെ ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു. പുതിയ അറിവും നല്ല ആശയങ്ങളും ലഭിക്കുന്നതിലൂടെ ആത്മവിശ്വാസമുയരുന്നു. ഇന്ന് പവിഴമണിലെ സാഹിത്യം എന്ന പരിപാടിയിലൂടെ കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന നോവലിൻ്റെ വായനാനുഭവം പങ്കുവെക്കുകയാണ് കവരത്തി സ്വദേശി അബ്ദുൾ റഫീഖ്. നമുക്ക് കേൾക്കാം. ശ്രോതാക്കളെ നമസ്കാരം. മലയാളക്കരയിൽ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വായനക്കാരുടെ മനസ്സിനെ സ്പർശിച്ച ഒരു ആത്മകഥ, ഓർമ്മക്കുറിപ്പാണിത്. ബാബു എബ്രഹാം രചിച്ച കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കേവലം ഒരു ആത്മകഥ എന്നതിലുപരി അതിജീവനത്തിൻ്റെയും മാതൃസ്നേഹത്തിൻ്റെയും ഒരു മഹാകാവ്യമാണ് ഈ പുസ്തകം. ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിലുള്ള കമ്പളിക്കണ്ടം എന്ന ഗ്രാമത്തിൽ നിന്ന് ലോകത്തിൻ്റെ വലിയ ഉയരങ്ങളിലേക്ക് വളർന്ന ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് ഈ പുസ്തകത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ കമ്പളിക്കണ്ടം ഹൈറേഞ്ചിലുള്ള ഗ്രാമത്തിൽ അങ്ങേയറ്റം ദാരിദ്ര്യത്തിലും പ്രതികൂല സാഹചര്യങ്ങളിലും വളർന്ന ഒരു ബാലൻ ജീവിതത്തിൽ വിജയം കൈവരിച്ചതിൻ്റെ നെഞ്ചിടിപ്പുള്ള കഥയെന്ന് വേണം നമുക്കിതിനെ വായിച്ചെടുക്കാൻ. 2025 മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഞാൻ കാണുമ്പോഴേക്കും 37ാമത്തെ പതിപ്പ് എത്തിയിരുന്നു. നമ്മളിത് സംസാരിക്കുമ്പോൾ 50ാം പതിപ്പ് കടന്നിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ഒരു പ്രമുഖ പൊതുപ്രവർത്തകൻ ഒരു സ്കൂളിലെ 10, 11, 12 ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഈ പുസ്തകം വാങ്ങിക്കൊടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിൻ്റെ ശകലം കേൾക്കാനിടയായതാണ് കഴിഞ്ഞ വർഷാവസാനം ഒരു യാത്രയിൽ മാതൃഭൂമിയിൽ നിന്നും വാങ്ങാനും വായിക്കാനും ഈ ഉള്ളവനെ ഇടയാക്കിയത്. പുസ്തകത്തിൻ്റെ പേര് തന്നെ വായനക്കാരെ ആകർഷിക്കുന്ന ഒന്നാണ്. കൽഭരണികൾ എന്നത് ഇവിടെ വെറും പാത്രങ്ങളല്ല, മറിച്ച് ജീവിതത്തിലെ കയ്പും മധുരവും ഒരേപോലെ ഏറ്റുവാങ്ങിയ മനുഷ്യരൂപങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ദാരിദ്ര്യത്തിൻ്റെ കയ്പുനീർ കുടിക്കുമ്പോഴും തൻ്റെ മക്കളെ സ്നേഹമെന്ന അമൃത് നിറച്ച് വളർത്തിയെടുത്ത ഒരു അമ്മയുടെ കരുത്താണ് ഈ പേരിന് പിന്നിലുള്ളത്. ഹൈറേഞ്ചിലെ കുടിയേറ്റ കർഷകരുടെ ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കഥ കടന്നു പോകുന്നത്. ബാബു എബ്രഹാമിൻ്റെ അമ്മ നന്ദിക്കുന്നേൽ മേരി തൻ്റെ 4 മക്കളെയും കണ്ടത് ഈ കൽഭരണികളായാണ്. ദാരിദ്ര്യം കൊണ്ട് കരുവാളിച്ച മുഖങ്ങളാണെങ്കിലും തൻ്റെ മക്കളുടെ ഉള്ളിൽ നന്മയും മൂല്യങ്ങളും നിറക്കാൻ നടത്തുന്ന അമ്മയും അശ്രാന്ത പരിശ്രമങ്ങളും പോരാട്ടങ്ങളുമാണ് നമുക്ക് ഈ പുസ്തകത്തിലൂടെ വായിച്ചു പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. ഈ പുസ്തകം യഥാർത്ഥ നായകൻ ബാബു എബ്രഹാമല്ല, അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. പുസ്തകത്തിൻ്റെ മുഖകരുവിൽ തന്നെ അദ്ദേഹം നമ്മോട് പറയുന്നത് ആ വരികൾ ഇങ്ങനെയാണ്: കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ഈ പുസ്തകം സാധ്യതകളുടെ വാതിലുകളെല്ലാം കൊട്ടിയടക്കപ്പെട്ടവരുടെ ജീവിതകഥയാണ്. നന്മകളോ വിജയങ്ങളോ എന്തിന്, പ്രതീക്ഷകൾക്കു തന്നെ വകയില്ലാതിരുന്ന കമ്പളിക്കണ്ടത്ത് വക്കുപൊട്ടി ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുമായിരുന്ന കൽഭരണികളെ തുടച്ച് വൃത്തിയാക്കി വെള്ളമൊഴിച്ചു വെച്ച ഒരമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാണ് പുസ്തകം ആരംഭിക്കുന്നത് തന്നെ. ഈ പുസ്തകം നാം വായിക്കുമ്പോൾ വെറും വായനക്കപ്പുറം നമ്മൾ ഇടുക്കിയിലെ കുഗ്രാമത്തിൽ ബാബു എബ്രഹാമിനെ നമ്മളും യാത്ര ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് തെറ്റ്, എന്താണ് ശരി? ഈ പുസ്തകത്തിലുടനീളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. തിന്മകളും നന്മകളും നേർക്കുനേർ വരുന്നുണ്ട്. കുറ്റവും ശിക്ഷയും കൈകോർക്കുന്നുണ്ട്. ഇരുട്ടും വെളിച്ചവും ഇടകലരുന്നുണ്ട്. പകലും രാത്രിയും മാറി മാറി വരുന്നതും നമുക്ക് കാണാൻ കഴിയും. ബാബു എബ്രഹാമിൻ്റെ ബാല്യം യൗവനം വരെയുള്ള അനുഭവങ്ങൾ ജലിക്കുന്ന വിറകിൽ നിന്ന് തീപ്പൊരികൾ എന്ന പോലെ ചിതറിത്തെറിക്കുന്നതായാണ് ഈ പുസ്തകത്തിൽ ഉടനീളം കാണാൻ കഴിയുക. തികച്ചും അരക്ഷിതമായ ചുറ്റുപാടിൽ വളരാൻ നിർബന്ധിതനായ ബാബു അനുഭവിക്കാത്ത സങ്കടങ്ങളോ നേരിടാത്ത തിരസ്കാരങ്ങളോ ചെയ്യാത്ത പണികളോ ഇല്ല. 5ാം വയസ്സിൽ ആ ജീവിതം അമ്മയും സഹോദരിമാർക്കൊപ്പം കല്ലാർക്കുടി അണക്കെട്ടിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന രംഗം വിവരിക്കുന്നുണ്ട്. സഹോദരിയുടെ മിന്നാമിനുങ്ങണ കണക്കെ വെളിച്ചം വീശുന്ന ഒരു വാക്കിൽ നിന്നും ആണ് ജീവിതത്തിലേക്ക് അവർ തിരിച്ചു നടന്നത്. ഉണങ്ങാത്ത മുറിവുകളായി നമ്മോട് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. ഈ പുസ്തകത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത് ആ അമ്മയാണ്.
എന്ന് പറഞ്ഞല്ലോ. അവർ നടത്തുന്ന ജീവിത പോരാട്ടം കട്ടുകഥകളെപ്പോലും അതിശയിപ്പിക്കുന്നതാണ്. അണക്കെട്ടിലേക്ക് തൻ്റെ പറക്കമുറ്റത്തെ മക്കളെയും കൂട്ടി ആത്മഹത്യക്കോയ ആലംബമറ്റവളല്ല പുസ്തകത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത്. അമ്മ ചിലപ്പോൾ നന്ദിക്കൊന്നൽ മേരിയായും മറ്റു ചിലപ്പോൾ ഹൃദയാലുവായ അമ്മയായും സ്നേഹനിധിയായ ഭാര്യയായും പുസ്തകത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പുരയിടങ്ങളിൽ പണിയെടുത്തും പറമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന കിഴങ്ങുകൾ പുഴുങ്ങി നൽകിയും അവർ തൻ്റെ മക്കളെ പഠിക്കണം, പഠിച്ച് വലിയ നിലയിലെത്തണം എന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ നാം ഓരോരുത്തർക്കും മാതൃകയാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മക്കൾക്കും നമ്മുടെ ഈ മക്കൾക്കായും ആ അമ്മ നൽകുന്ന ഒരു ഉപദേശമുണ്ട്. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിനും ഒരു നാണക്കേടുമില്ല. മറ്റുള്ളവരുടെ ഒന്നും മോഷ്ടിക്കാതിരുന്നാൽ മതി. ബാബു എബ്രഹാം തൻ്റെ സ്കൂൾ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നത് വായിക്കുമ്പോൾ നമ്മളും അറിയാതെ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കും എന്നുള്ളതാണ്. മഴ നനയുന്ന കൂര, മഴ നനഞ്ഞു വേണം സ്കൂളിൽ പോകാൻ, കീറിപ്പറിഞ്ഞ കുപ്പായം, ഉച്ചയ്ക്ക് സഹപാഠികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിൽ പട്ടിണിയായതിനാൽ ഭക്ഷണം കൊണ്ടുവരാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആരോ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ സമ്മാനിച്ച ഒരു ജോഡി ചെരുപ്പ്, പള്ളിയിൽ പോയി ഇറങ്ങാൻ നേരത്ത് ആരോ അടിച്ചുപോയതും സങ്കടത്തോടുകൂടി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. വെള്ളം കുടിച്ച് വിഷപ്പടക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അന്ന് പരിഹസിച്ചവർ അറിഞ്ഞിരുന്നില്ല ഉന്നത നിലയിലെത്താൻ പോകുന്ന ആള് ആണെന്നുള്ളത്. സാമൂഹ്യപരമായ ഒറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും എങ്ങനെയാണ് തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് അദ്ദേഹം മറികടന്നതെന്ന് പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. പിന്നീട് കമ്പിളിക്കണ്ടത്തെ ദരിദ്രമായ സാഹചര്യങ്ങളിൽ നിന്ന് 1ാം റാങ്കോട് പ്രീ ഡിഗ്രിയും, ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്ന് ഡിഗ്രിയും, ഡൽഹിയിലെ ജാമിയ മില്ലിയ സർവകലാശാലയിൽ നിന്ന് മനഃശാസ്ത്രത്തിൽ റാങ്കോടെ PGയും, ഒടുവിൽ രാജ്യാതിർത്തിയും കടന്ന് ഫ്രാൻസിൽ നിന്നും MPhilഉം PhDയും ഫ്രാൻസിലെ വിവിധ സർവകലാശാലകളിൽ അധ്യാപകനായും പ്രൊഫസറായും എത്തിയ വഴികൾ ഏവർക്കും പ്രചോദനാത്മകമാണ്. പരാജയങ്ങളിൽ സാഹചര്യങ്ങളും തളരാതെ മുന്നോട്ടു പോകാനുള്ള ഊർജം ഈ പുസ്തകം നമുക്ക് പകർന്നു നൽകുന്നു. സ്വന്തം കഠിനാധ്വാനവും അമ്മയുടെ പ്രാർത്ഥനയും പിന്തുണയുമാണ് തന്നെ ഈ നിലയിൽ എത്തിച്ചെന്ന് അദ്ദേഹം നിറകണ്ണുകളോടെ സ്മരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തി കല്ലും സിമൻറ്റും മണലും ചുമന്ന് കുടുംബം പോറ്റാനുള്ള അമ്മയുടെ ദൗത്യത്തിൽ ചേരുന്നതായി കാണാം. മറ്റുള്ള തൊഴിലാളികളുടെ വേതനം അന്ന് തീർപ്പാക്കുന്ന അമ്മ തനിക്ക് ബ്രദേഴ്സ് ഹോട്ടലിൽ നിന്ന് ഒരു ഉണ്ടംപൊരിയിലും പാൽച്ചായലുമായി കൂലി ഒതുങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഈ ഭാഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കവരത്തി ഹൈസ്കൂളിനടുത്ത് കിട്ടിയിരുന്ന ഹാജിബമ്പൻ്റെ ഉണ്ടംപൊരിയും ചായയും നാം അറിയാതെ നാവൻ തുമ്പിലൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അമ്മയെ സഹായിക്കാനെന്ന വണ്ണം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നോവലെഴുതി കോട്ടയത്തെ ഒരു വാരികയുടെ ഓഫീസിലേക്ക് സാഹസിക യാത്ര നടത്തിയതും അതാവട്ടെ ബാബുവിനെ മറ്റു ചില ദുരന്തങ്ങളിലേക്ക് നയിക്കുകയുമാണ് ഉണ്ടായത്. പല വേഷങ്ങൾക്കിടയിൽ ട്രാനിറ്റി ആശ്രമത്തിലേക്ക് വൈദികനാകാൻ തൃശ്ശൂരിലുള്ള ചിങ്ങാരത്ത് പോകുന്നതും ഇംഗ്ലീഷ് ഉൾപ്പെടെ വിവിധ ഭാഷകളിലൂടെ 9 മാസക്കാലം നീണ്ട വൈദിക പഠനവും വീട് വിട്ട് അകന്നു നിന്നപാടെ 7 വർഷത്തിനു ശേഷം മടങ്ങിയെത്തിയ അപ്പൻ വീണ്ടും കുടി തുടങ്ങിയതും രാത്രിയിൽ അമ്മയെ തല്ലുന്നതും അമ്മയെ അറിയാതെ സഹോദരി ബിന്ദു കത്തിൽ കുറിച്ചയച്ചതും പിന്നീടുള്ള ദിവസങ്ങളിൽ അമ്മയെക്കുറിച്ചുള്ള ആകുലത അലട്ടിയത് കാരണം വൈദിക പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ചിങ്ങാറത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ തന്നെ ഏറെ സ്നേഹിച്ച ജോസച്ചൻ കെട്ടിപ്പിടിച്ച് പറയുന്ന വാക്കുകളുണ്ട്. കുറേ കാലം കഴിഞ്ഞ് മടങ്ങി വരാൻ തോന്നിയാൽ മടിക്കണ്ട, ലോകത്തിന് വെളിച്ചം പകരുന്ന ഒരു വിളക്കാകാൻ അച്ഛനാകണം എന്നിന്നില്ല, നിന്നിൽ ഒരു വെളിച്ചമുണ്ട്. അച്ഛൻ്റെ ആ വാക്കുകൾ വെളിച്ചമായത് പുസ്തകത്തിൻ്റെ അവസാന താളുകൾ നമ്മൾക്ക് കാണാനാകും. ഇദ്ദേഹത്തെ പോലെ ഒരു വൈദികനെ പിന്നീട് കണ്ടില്ലെന്നും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വെളിച്ചം പകർന്ന മനുഷ്യനാണ് തന്നെ അതിർത്തികൾ നിശ്ചയിക്കാതെ മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മനുഷ്യനെന്നും ഓർക്കുന്നതായി കാണാം. PDC പഠിക്കുന്ന കോളേജിലേക്ക് കമ്പിളിക്കണ്ടത്ത് നിന്ന് ബസ്സുണ്ടായിരുന്നില്ല. ദിവസവും 6 രൂപ മുടക്കി ജീപ്പിൽ പഠിക്കാൻ പോകാനുള്ള പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് 16 കിലോമീറ്റർ നടന്നാണ് 2 വർഷക്കാലം പൂർത്തിയായത്. ബാബുവിൻ്റെ ദൃഢനിശ്ചയവും പഠന താല്പര്യവും തിരിച്ചറിഞ്ഞ ആനി ടീച്ചർ എന്നും പ്രചോദനമായതും 1ാം റാങ്കോടെ PDC പൂർത്തിയാക്കിയതും ഇന്നലകളെ കഴിഞ്ഞതുപോലെ നമ്മോട് ബാബു എബ്രഹാം പറയുന്നത് കാണാൻ കഴിയും. സാമ്പത്തിക ബുദ്ധിമുട്ട് പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിലും ദൃഢനിശ്ചയത്തോടെയുള്ള പഠനയാത്രയിൽ തിക്കാനുഭവങ്ങൾക്കിടയിലും പൗലോ കൊയ്ലോ തൻ്റെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ ആത്മാർത്ഥമായ ശ്രമമാണെങ്കിൽ ഉടയ തമ്പുരാനും പ്രകൃതിയും നമുക്ക് കൊണ്ടുതരും എന്ന സത്യം ഇവിടെയും കാണാം. ഒരുപാട് സുമനസുകൾ കൈത്താങ്ങായി ബാബുവിൻ്റെ പഠനത്തെ ലക്ഷ്യത്തിലെത്തിക്കാൻ ഇടയായവരെല്ലാം പേര് പറഞ്ഞ് അവർ ചെയ്ത സഹായങ്ങളും
പ്രചോദനങ്ങളും വായനക്കാരെയും നമ്മെയും പ്രചോദിപ്പിക്കുന്നു. മക്കളുടെ പഠനവും എവിടെയെങ്കിലും എത്തിക്കണമെന്ന ആ അമ്മയുടെ പ്രയാണത്തിൽ തന്നെ ചികിത്സിക്കാൻ മാറ്റിവെച്ചതും ചികിത്സ തേടേണ്ട അമ്മയുടെ ക്യാൻസർ ലൂസി ഡോക്ടർ ബാബുവിനോട് പറഞ്ഞ് ചികിത്സക്കായി ചെല്ലുമ്പോഴേക്കും പല സ്റ്റേജുകൾ കടന്നുപോയതും കണ്ണടയും വരെ ഒരു മകൻ എന്ന നിലയിൽ അമ്മയുടെ ചികിത്സ അങ്ങേയറ്റം വരെ സഞ്ചരിച്ച് നിസ്സഹായനാകുന്ന ഒരു മകനെയും കണ്ണടഞ്ഞാലും നിങ്ങളുടെ അപ്പനെ പരിചരിക്കണമെന്ന് മക്കൾ 4 പേരെയും ഏൽപ്പിക്കുന്ന അമ്മയെയും കാണാൻ കഴിയും. മക്കളോടായി പറയുന്ന വാക്കുകൾ അത് ഇങ്ങനെയാണ്: നിങ്ങൾ ഒരു വർഷത്തേക്ക് മാത്രമല്ല അപ്പന് ചെലവ് കൊടുക്കേണ്ടത്, അപ്പൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ചെയ്യണമെന്ന് മക്കളോട് വസിയത്ത് ചെയ്യുന്ന അമ്മയെയും നമ്പരത്തോടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ പുസ്തകത്തിൽ നമുക്ക് പ്രചോദനമാകാം വണ്ണം ബാബു എബ്രഹാമിന് അമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം വഴിവിളക്കാകാൻ കൊളുത്തിവെച്ച വാക്കുകൾ ബാബു പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചേർത്ത് പിടിച്ചതായി വായനക്കാർക്ക് കാണാൻ സാധിക്കും. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാലും ആ വാക്കുകൾ നമ്മെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നതാണ്. ആ വാക്കുകൾ ഒരിക്കൽ കൂടി വായിച്ചാൽ അത് ഇങ്ങനെയാണ്: ചുറ്റും വെള്ളം പൊങ്ങുന്നു എന്ന് കണ്ടാൽ നീന്തൽ വശമില്ല എന്നറിയാവുന്ന നീ പകച്ച് പേടിച്ച് അലമുറയിടരുത്. ആ വെള്ളപ്പാച്ചിലിൽ അവിടെവിടെ പൊങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങളിൽ പിടിച്ചു കയറി വെള്ളത്തിലങ്ങ് പൊങ്ങിക്കിടക്കണം. എന്നിട്ട് ഓളത്തിനൊപ്പം ഒഴുകുന്ന ശിഖരങ്ങൾ, കാട്ടുവള്ളികൾ ചേർത്ത് വെച്ച് കെട്ടിയ ഒരു ചെങ്ങാടമുണ്ടാക്കണം. കരപറ്റി കഴിയുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷമായിരിക്കണം തുഴഞ്ഞു നീങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ. തീരമെത്തിക്കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും ഉപകരിക്കാനായി ആ ചങ്ങാടം വെള്ളത്തിലേക്ക് തള്ളിയിടണം. മുങ്ങിപ്പോകുമായിരുന്ന ആരെങ്കിലുമൊക്കെ ആ ചങ്ങാടം കയറി തീരമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്വാർത്ഥതയില്ലാത്ത ഒരു ആനന്ദമുണ്ട്. അതായിരിക്കണം നിന്നെ എന്നും നയിക്കേണ്ടത്. ആ അമ്മയുടെ വാക്കുകൾ എന്നും ബാബു ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ പുസ്തകത്തിലൂടെ ബാബു എബ്രഹാം വിദ്യാർത്ഥികൾക്കും വരും തലമുറകൾക്കും ആയി പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന്, സൗകര്യങ്ങളല്ല പ്രധാനം, കഠിനാധ്വാനം എന്നതാണ്. എനിക്ക് പഠിക്കാൻ നല്ല മുറിയില്ല, നെറ്റില്ല, മറ്റ് സൗകര്യങ്ങളില്ല എന്ന് പരാതിപ്പെടുന്നവരെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത് പ്രതിസന്ധികൾ വളരാനുള്ള ഇന്ധനമാക്കാനാണ്. പരിമിതികളിൽ നിന്ന് പഠിക്കുന്നവർക്ക് പോരാട്ടവീര്യം കൂടുതലായിരിക്കുമെന്നാണ്. പരാജയങ്ങൾ അവസാനമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുക. ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകരുത് എന്നാണ്. കമ്പിളി കണ്ടെത്തിയ മണ്ണിൽ നിന്നും പോരാടി വളർന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം പരാജയപ്പെട്ടവർക്കും പരാജയപ്പെടും എന്ന് തോന്നുന്നവർക്കുമുള്ള ഒരു മരുന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാതാപിതാക്കളെ ആദരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം മൂന്നാമതായി ഈ വിദ്യാർത്ഥികളോടും വരും തലമുറയോടും അദ്ദേഹം പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ മുഴുവൻ ക്രെഡിറ്റും അദ്ദേഹം നൽകുന്നത് തൻ്റെ അമ്മക്കാണ്. മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ തിരിച്ചറിഞ്ഞ് പഠിക്കുന്നത് അവരോടുള്ള ഏറ്റവും വലിയ കടപ്പാടാണെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ പുസ്തകം യാത്രക്കിടയിൽ വായിച്ചു പോകുമ്പോൾ ഇത്തരം തിക്താനുഭവങ്ങളുടെ പടികയറി ഉന്നതിയിലും പ്രചോദനവുമായി മാറിയ ഒരുപാട് പേർ ഇത് കേൾക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അത്തരത്തിൽ അറിയാവുന്ന ആൾക്കാർ നമ്മുടെ മനസ്സിലൂടെ മിന്നിമറയുന്നുണ്ടാവും. ഈ ഉള്ളവൻ്റെ സുഹൃത്തും സഹയാത്രികനുമായ ഒരു സഹപാഠിയുണ്ട്. പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് പടിയിറങ്ങിയ എന്നെ തിരികെ കൈപിടിച്ച് കയറ്റിയ 25 വർഷം മുമ്പേ എൻ്റെ സഹയാത്രികനായ താനൂർക്കാരൻ മുജീബ് റഹ്മാൻ. ഈ പുസ്തകത്തിൻ്റെ വരികൾക്കിടയിൽ കാണാനായി ബാബു എബ്രഹാമിൻ്റെ അത്രമാത്രം തിക്താനുഭവങ്ങൾ ഇല്ലെങ്കിലും വീട്ടിൽ വിളക്കില്ലാതെ ഉമ്മക്കും സഹോദരങ്ങൾക്കൊപ്പം താമസിച്ച് നാട്ടിലുള്ള ഒരു സോപ്പ് കമ്പനിയുടെ മഞ്ഞ ബൾബിൻ്റെ വെളിച്ചത്തിൽ പഠിച്ച് തൊഴിലാളികൾക്കൊപ്പം ഒരു മൂലയിൽ പായ വിരിച്ചു കിടന്ന് ജീവിതം വിദ്യാഭ്യാസത്തിലൂടെയും തിക്താനുഭവങ്ങളിലൂടെയും മാറ്റിയെഴുതിയ അന്താരാഷ്ട്ര കമ്പനികളുടെ തലപ്പത്തും കൺസൾട്ടൻറ്റുമായി മാറിയ അദ്ദേഹത്തെ ഈ പുസ്തകത്തോടൊപ്പം ഞാനും വായിച്ചെടുക്കുന്നു. നിങ്ങൾക്കും ഈ പുസ്തകം വായിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വായന ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ നമുക്കൊരു വലിയ തിരിച്ചറിവ് ലഭിക്കുന്നതായി കാണാം. ഇന്ന് നമുക്ക് ചുറ്റും എല്ലാം ലഭിച്ചിട്ടും നിരാശരായിരിക്കുന്നവരുണ്ട്. അവർക്കായി ബാബു എബ്രഹാം പറയുന്നത് ഇതാണ്: സാഹചര്യങ്ങൾ നിങ്ങളെ തോൽപ്പിക്കുന്നില്ല, നിങ്ങളുടെ മനസ്സ് തോൽക്കുമ്പോഴാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. ഈ പുസ്തകം വായിച്ചു തീർത്ത് പുസ്തകം അടച്ചു വെച്ചാലും ബാബു എബ്രഹാമിൻ്റെ അനുഭവങ്ങൾ നമ്മളെ കുറേ കാലം വേട്ടയാടിക്കൊണ്ടിരിക്കും. വെയിലും മഴയും മഞ്ഞുമേറ്റ് ഇതിലെ കഥാപാത്രങ്ങൾ കുറേ കാലം കൂടി നമ്മോടൊപ്പം ജീവിതം തുടരും. അതാണ് ഈ പുസ്തകത്തിൻ്റെ മികവ്. നമ്മുടെ ജീവിതം മറ്റൊരാൾക്ക് വെളിച്ചമാകാൻ കഴിയുന്ന ഒരു മെഴുകുതിരി പോലെയാവണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പുസ്തക പരിചയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കൽഭരണിയിൽ നിറച്ച ആ സ്നേഹത്തിൻ്റെ മധുരം
നിങ്ങളുടെ ഉള്ളിലും നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം, കാതോർക്കാം. നന്ദി, നമസ്കാരം. ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.